അങ്ങനെ 2026 ഡക്കർ സ്റ്റോക്ക് റേസിൽ ഇതാ ഡിഫൻഡറും എത്തി. ലാൻഡ് ക്രൂയിസർ ഭരിച്ചുകൊണ്ടിരുന്ന മണ്ണിലേക്ക് ലാൻഡ് ക്രൂയിസറിനെ തോൽപ്പിക്കാനായി ഡിഫൻഡർ വന്നു. എന്നാൽ തോൽപ്പിക്കുകയും ചെയ്തു. 1ാം സ്ഥാനം റോക്കാസ് ബാസ്ക്യൂസയ്ക്കും കോ ഡ്രൈവറായ ഓറിയൽ വിഡലിനുമാണ്. 2ാം സ്ഥാനം സാറ പ്രൈസിനും 3ാം സ്ഥാനം ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ ഡ്രൈവറായ റൊണാൾഡ് ബാസോയ്ക്കുമാണ്. 4ാം സ്ഥാനം സ്റ്റെഫാൻ പീറ്റർ ഹെൻസിനുമാണ്. ഇദ്ദേഹം ആദ്യത്തെ പജേറോ ടീമിൻ്റെ ഡ്രൈവറായിരുന്നു. പിന്നെ 40 ടൈംസ് വേൾഡ് റാലി ചാമ്പ്യനും കൂടിയാണ്. ഇതിനു മുമ്പ് 12 വർഷം തുടർച്ചയായി കപ്പ് കൊണ്ടുപോയത് പജേറോ ആണ്. അതിനുശേഷം ലാൻഡ് ക്രൂയിസറും. എന്നാൽ 2026 അത് ഡിഫൻഡർ കൊണ്ടുപോയി. ഡിഫൻഡറിനെ കുറിച്ച് നോക്കാം. ഡിഫൻഡർ ഒക്ടേയിൽ നിന്നും ഇൻസ്പയർ ആയാണ് ഡിഫൻഡർ D7 XR ഈ മരുഭൂമിയിൽ പോരാടാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ 6D ഡൈനാമിക് സസ്പെൻഷൻ ഇവനെ മരുഭൂമിയിലെ ഏത് കല്ലും പൊടിയും നിറഞ്ഞ വഴിയിലൂടെ അതിവേഗം ഓടിക്കാൻ സഹായിക്കുന്നു. 7000 കിലോമീറ്റർ വരെ ദൂരമുള്ള ഈ റേസ് കഴിയുമ്പോൾ പോയ വാഹനങ്ങളൊന്നും അതുപോലെ തന്നെ തിരിച്ചു വരാറില്ല.